നമസ്കാരം, ഞാൻ ഡോക്ടർ ഗീതു. ഉയർവാനി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലമാണ്, അസഹനീയമായ ചൂടുമാണ്. ഈ സമയത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്ന അസുഖങ്ങളാണ് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾ, നേത്ര സംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പിന്നെ പലവിധ വൈറസ് അണുബാധകളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രധാന കാരണമായിട്ട് വരുന്നത് നമ്മുടെ ബോഡിയിലെ ജലാംശം വളരെയധികം കുറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ ബോഡിയിലെ ജലാംശം വളരെയധികം കുറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് വരെ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം ക്രമീകരിക്കേണ്ടത്. കൂടുതലായിട്ടും ദ്രവരൂപത്തിലുള്ള ലഘു ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള വെള്ളരിക്ക, കുക്കുംബർ, ടൊമാറ്റോ ഇതെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. ജ്യൂസസ് ആണെങ്കിൽ മാതള നാരങ്ങ, നന്നാരി ജ്യൂസ്, മാംഗോ ജ്യൂസ് ഇതൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് ഈ സമയത്ത്. അതുപോലെ തന്നെയാണ് നമ്മൾ അധികം എരിവ്, പുളി, ഉപ്പ് ഈ രസങ്ങൾ ആഹാരത്തിൽ കുറച്ചിട്ട് മധുര രസമുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാംസാഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആട്ടിൻ മാംസം നമുക്ക് കഴിക്കാം, അതും രാത്രികളിൽ കഴിക്കാതിരിക്കുക. ഉച്ച സമയത്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്രാക്ഷാദി കഷായ ചൂർണം, ഗുളുജാതി കഷായ ചൂർണം, നന്നാരി, ശതാവരി കിഴങ്ങ് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ബോഡിയിലെ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉയർവനിയിൽ ഒരു സമ്മർ വെൽനെസ് പാക്കേജസ് ഇപ്പോൾ അവൈലബിൾ ആണ്. റിലാക്സേഷൻ, റിജുവിനേഷൻ, സ്കിൻ കെയർ എന്ന രീതിയിൽ 3 തരം പാക്കേജസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് അഭ്യംഗം എന്ന് പറഞ്ഞാൽ ഒഴിച്ചിലാണ്. അപ്പോൾ അത് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒരു എനർജറ്റിക് ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലതരം ധാരകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഷായധാര, ക്ഷീരധാര ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ നീർക്കെട്ട് കുറയാനും ഇതുപോലെ തന്നെ ചൂട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പലതരം ലേപനങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ സമയത്ത് ഉണ്ടാകുന്ന സ്വെറ്റ് കാരണം ഉണ്ടാകുന്ന ബാഡ് ഓർഡറൊക്കെ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞവരക്കിഴി, അത് നമ്മുടെ ബോഡീനെ കൂടുതൽ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശിരോധാര സ്ട്രെസ്സ് കുറയാനും ഉറക്കക്കുറവ് പരിഹരിക്കാനും ഒക്കെ നമ്മൾ ശിരോധാര ചെയ്യിപ്പിക്കുന്നുണ്ട്. തലപൊതിച്ചിലും ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹെർബലായിട്ടുള്ള ഫേഷ്യൽസ്, പെഡിക്യൂർ, മാനിക്യൂർ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹെർബലായിട്ടുള്ള ഫേഷ്യൽസൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ നിലനിർത്താനും സൺ ടാൻ മാറ്റാനും കൈമയും കാലുമയൊക്കെ വന്നിരിക്കുന്ന സൺ ടാൻ റിമൂവ് ചെയ്യാൻ നമ്മുടെ ഹെർബലായിട്ടുള്ള പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഉയർവനിയുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.